നമസ്കാരം. കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് 74,200 രൂപയാണ് വില. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില അല്പം കുറഞ്ഞ ശേഷം മുന്നേറ്റം തുടങ്ങിയിട്ടുണ്ട്. ഡോളറും രൂപയും അല്പം മൂല്യം കൂടിയിട്ടുണ്ട്. ഡോളർ സൂചിക 98-ന് തൊട്ട് താഴെ എത്തിയപ്പോൾ രൂപയുടെ വിനിമയ നിരക്ക് 87.41 ക്രൂഡ് ഓയിൽ വില വീണ്ടും കുറഞ്ഞ് $65.80 കേരളത്തിൽ വെള്ളിയുടെ ഗ്രാം വില മാറ്റമില്ലാതെ 122 രൂപയിൽ നിൽക്കുകയാണ്. GST നിരക്ക് കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം വിപണിക്ക് അല്പം ഉണർവ് നൽകിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിലെ സാമ്പത്തിക സാഹചര്യം സ്വർണത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. ഫെഡ് റിസർവ് ചെയർമാന്റെ വരാനിരിക്കുന്ന പ്രതികരണം വിപണി ഉറ്റുനോക്കുകയാണ്. കേരളത്തിൽ കുറഞ്ഞ വിലയ്ക്ക് കൂടിയ വിലയ്ക്കും സ്വർണം ലഭിക്കും. ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 9 കാരറ്റ് സ്വർണം വാങ്ങാൻ സാധിക്കും. ഇതിന് ഗ്രാം വില 3,815 രൂപയാണ്. 37.5% സ്വർണവും ബാക്കി ചെമ്പും ഉൾപ്പെടുന്നതാകും ഈ സ്വർണം. ആഭരണം മാത്രമേ ഈ പരിശുദ്ധിയിൽ കിട്ടുകയുള്ളൂ. എന്നാൽ എല്ലാ ജ്വല്ലറികളിലും ലഭിക്കാൻ സാധ്യതയില്ല. പ്രമുഖ ബ്രാൻഡ് ജ്വല്ലറികളിലെല്ലാം ലഭിക്കുകയും ചെയ്യും. 14 കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് 5,930 രൂപയാണ് ഇന്നത്തെ വില. 58% സ്വർണവും ബാക്കി ചെമ്പും ഉൾപ്പെടുന്നതാകും ഈ പരിശുദ്ധിയിലെ ആഭരണം. സ്വർണ്ണ നാണയങ്ങളോ സ്വർണ്ണ കട്ടികളോ ഈ കാരറ്റിൽ ലഭിക്കില്ല. ആഭരണം കൊതിക്കുന്നവർക്ക് ഈ സ്വർണം നല്ല ഓപ്ഷനാണ്. ചെറിയ കാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി അല്പം കൂടും. എങ്കിലും വ്യത്യസ്ത ഡിസൈനിൽ ആഭരണം ലഭിക്കുമെന്നാണ് നേട്ടം. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്നത്തെ വില 7,615 രൂപയാണ്. 75% സ്വർണവും ബാക്കി ചെമ്പും ചേർത്തുള്ള ആഭരണങ്ങളാണ് ഈ കാറ്റഗറിയിൽ പെടുക. കേരളത്തിലെ മിക്ക ജ്വല്ലറികളിലും ഈ പരിശുദ്ധിയുള്ള ആഭരണങ്ങൾ ലഭ്യമാണ്. സ്വർണ്ണവില വലിയ തോതിൽ ഉയർന്നതോടെയാണ് ആഭരണ പ്രേമികൾ 18 കാരറ്റിലേക്ക് തിരിഞ്ഞതും വ്യത്യസ്തമായ മോഡൽ ആഭരണങ്ങൾ ഇറങ്ങിയതും. സാധാരണ സ്വർണ്ണാഭരണം മലയാളികൾ വാങ്ങാറുള്ളത് 22 കാരറ്റ് സ്വർണ്ണമാണ്. ഗ്രാമിന് 9,270 രൂപയാണ് ഈ കാരറ്റ് സ്വർണത്തിന്റെ വില. ആഭരണം മാത്രമല്ല, കോയിനുകളും ഇതിൽ ലഭിക്കും. ബാങ്കുകളിൽ വായ്പയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നത് ഇത്തരം ആഭരണങ്ങളാണ്. ഈ ഒരു സ്വർണം, അതായത് ഈ സ്വർണത്തിന്റെ ഒരു പവന് 74,200 രൂപയാണ് ഇന്ന് നൽകേണ്ടി വരിക. രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണ്ണവില $3,347 ഉയർന്നിട്ടുണ്ട്. ഇതേ നിരക്ക് തുടർന്നാൽ കേരളത്തിൽ നാളെ വില കൂടും. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലി ചുരുങ്ങിയത് 5% വേണ്ടിവരും. സ്വർണത്തിന്റെയും പണിക്കൂലിയുടെയും സംഖ്യ ചേർത്തുള്ള തുകയുടെ 3% GST നൽകണം. കൂടാതെ ഹോൾമാർക്കിംഗ് ചാർജ് വേറെയും. ഹോൾമാർക്കിംഗ് ചാർജ് സ്വർണത്തിന്റെ പരിശുദ്ധിയും ജ്വല്ലറിയുടെ വിവരങ്ങളുമെല്ലാം വ്യക്തമാക്കുന്നതാണ്. തിരിച്ചു വിൽക്കുന്ന വേളയിൽ ഇത് ഉപകാരപ്പെടും. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.